ഏറെക്കാലമായി ആര്യയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നുണ്ടോ എന്നത്. ആദ്യ വിവാഹ തകർച്ചയും പിന്നീടുണ്ടായ പ്രണയത്തകർച്ചയിലുമെല്ലാം തകർന്നുപോയ ആര്യ മൂന്നാമതൊരു പ്രണയത്തിലേക്ക് ചെന്നെത്തിയത് ആരാധകർക്ക് മുന്നിൽ വെച്ച് തന്നെയായിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ളത് സുഹൃത്ബന്ധമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചപ്പോൾ ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം പുറത്തു പറഞ്ഞത് ആരാധകർക്കു മാത്രമല്ല, നടിയുടെ സുഹൃത്തുക്കൾക്കും ഞെട്ടലായിരുന്നു. പിന്നാലെ വിവാഹ നിശ്ചയവും നടത്തിയിരിക്കെ ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് തന്റെ പ്രിയപ്പെട്ടവന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നുള്ള പോസ്റ്റിൽ സിബിനൊപ്പം വീട്ടിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കോർത്തിണക്കിയാണ് ആര്യ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഹൃദയസ്പർശിയായ കുറിപ്പും പങ്കുവച്ചാണ് ആര്യ തന്റെ ഭാവി വരന് പിറന്നാൾ ആശംസിച്ചത്. ജന്മദിനാശംസകൾ പങ്കാളി. ജന്മദിനാശംസകൾ ഖുഷിയുടെ ഡാഡ്സില്ല. എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട്, എൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലം എന്നെ നിലനിർത്തിയതിന് നന്ദി എന്നാണ് സിബിന് പിറന്നാൾ ആശംസിച്ച് ആര്യ കുറിച്ചത്. ഒപ്പം തനിക്കും മകൾക്കുമൊപ്പമുള്ള സിബിൻ്റെ നല്ല നിമിഷങ്ങളടങ്ങിയ വീഡിയോകളും ആര്യ പങ്കുവച്ചിരുന്നു. അതേസമയം ഇരുവരും ഒരുമിച്ച് ജീവിതം തുടങ്ങിയെന്ന വാർത്തയും സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത്. ഏറെ വർഷങ്ങളായുള്ള ഇവരുടെ സൗഹൃദമാണ് പ്രണയത്തിലേക്ക് എത്തിയത്. ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സൗഹൃദമായിരുന്നു അത്. ആര്യയുടെ വിവാഹമോചനത്തിലും പിന്നീടുണ്ടായ പ്രണയത്തകർച്ചയിലുമെല്ലാം ആശ്വാസമായി ഒപ്പം നിന്ന സിബിന്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. നടി, അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധേയായ ആര്യ ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ അതിക്രൂരമായി സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരിച്ചതിന് ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് ഇരയായത്. അതുവരെ ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്നുവെങ്കിലും പല അവസരങ്ങളും നഷ്ടമായി. പിന്നാലെ സിബിന് മുന്നിൽ ബിഗ് ബോസിലേക്ക് എത്താനുള്ള അവസരം വന്നപ്പോഴും പോകരുത് എന്നാണ് ആര്യ പറഞ്ഞത്. തങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ ആദ്യമായി എതിരഭിപ്രായമുണ്ടായത് ഇക്കാര്യത്തിലാണെന്ന് ആര്യ അന്ന് പോസ്റ്റിൽ കുറിച്ചിരുന്നു. എങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കാമെന്ന ചിന്തയിൽ സിബിൻ ബിഗ് ബോസിലേക്ക് പോയി. പക്ഷേ സിബിന് ബിഗ് ബോസിൽ ഉണ്ടായതും അത്ര നല്ല അനുഭവമല്ല. മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞാണ് സിബിനെ ഷോയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് സിബിന് വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചിരുന്നു. ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനുമെതിരെയായിരുന്നു. അത് ആര്യയുടെ കരിയറിനെയും ബാധിച്ചു. അതിനുശേഷം തന്റെ മുഖം ഇനി മിനി സ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ തുറന്നു പറഞ്ഞിരുന്നു. സിബിന് വേണ്ടി കരിയർ പോലും ആര്യ സാക്രിഫൈസ് ചെയ്തപ്പോഴും ആ ബന്ധം ഇങ്ങനെയൊരു പ്രണയത്തിന് വേണ്ടിയായിരുന്നുവെന്ന് അധികം ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് 2025 താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. അപ്പോഴെല്ലാം ആരാണ് ആ കക്ഷിയെന്ന് പലരും ചോദിച്ചിരുന്നു. തുടർന്ന് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് ആര്യ ആ സർപ്രൈസ് പുറത്തുവിട്ടത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.